ആ പ്രദേശത്തെ ജനങ്ങൾക്ക് വലിയ ആശ്വാസം തന്നെയാണ്. നമുക്ക് ഇംതിയാസിലേക്ക് ഒരിക്കൽ കൂടി പോകാം. ഇംതിയാസ്, ഇപ്പോൾ വനമന്ത്രിയുടെ പ്രതികരണത്തിൽ മറ്റിടങ്ങളിലും കടുവയെ കണ്ടതായി നാട്ടുകാർ പറയുന്നുണ്ട് എന്നുള്ളതുണ്ട്. അതുകൊണ്ട് തന്നെ ദൗത്യം തുടരും എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇപ്പോൾ പഞ്ചാരക്കൊല്ലിയെ സംബന്ധിച്ച് അവിടുത്തെ ജനങ്ങൾക്ക് വലിയ ആശ്വാസം തന്നെയാണ്. കാരണം അവരുടെ ഭീതി ഒഴിഞ്ഞിരിക്കുന്നു. മറ്റിടങ്ങളിലെ ദൗത്യത്തിന്റെ വിവരങ്ങൾ എന്താണ്? മന്ത്രി പറഞ്ഞത് പ്രകാരം ദൗത്യം ഇനിയും തുടരുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ജയലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ, അതായത് ഇന്നലെ രാത്രിയിലൊക്കെ ഈ പുൽപ്പള്ളി ഭാഗത്തൊക്കെ കടുവയെ കണ്ടു എന്ന് പറഞ്ഞ് നാട്ടുകാർ അങ്ങനെ ആ രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ സ്ഥിരീകരിക്കാത്ത വിവരമാണ്. അങ്ങനെ ഏതെങ്കിലും ഭാഗത്ത്, വയനാടിൻ്റെ ഏതെങ്കിലും ഭാഗത്തൊക്കെ ഇത്തരത്തിൽ കടുവയെ കണ്ടു എന്നൊക്കെ സംശയം പറയുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ദൗത്യവുമായി മുന്നോട്ട് പോകുക എന്നൊരു തീരുമാനം മന്ത്രി അടക്കമുള്ളവരെടുത്ത് അതങ്ങനെ തന്നെ പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ആ ദൗത്യം തുടരുകയും ചെയ്യും. എന്തായാലും പഞ്ചാരക്കൊല്ലി നിവാസികളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ വാർത്തയാണ്. കാരണം അത് ചെറിയ ആശ്വാസമല്ല. കാരണം ആദ്യം ഒരു 48 വയസ്സുള്ള ഇവിടുത്തുകാരുടെ എല്ലാമായിരുന്ന രാധയെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നു. അത് ഈ പഞ്ചാരക്കൊല്ലി നിവാസികൾ ഒന്നടങ്കം ഭീതിയിലും സങ്കടത്തിലും ആശങ്കയിലും ഒക്കെ ആക്കിയ ഒരു ആദ്യ വാർത്തയായിരുന്നു അത്. പിന്നീട് ദൗത്യവുമായി മുന്നോട്ട് പോകുമ്പോൾ രണ്ടാമതൊരു ആക്രമണം ഉണ്ടാവുന്നു. ആ ആക്രമണത്തിന് പിന്നാലെ ഈ ജനങ്ങൾ ഒന്നടങ്കം ആശങ്കയിലായിരുന്നു. ഏതായാലും ഇപ്പോൾ അതിനെല്ലാം ഒരു ആശ്വാസമായി എന്ന ഒരു വാർത്ത തന്നെയാണ് ഇവർക്കെല്ലാം ആശ്വാസം പകരുന്ന, ഈ പഞ്ചാരക്കൊല്ലിക്ക് ആശ്വാസം പകരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ പഞ്ചാരക്കൊല്ലിയിലെ തന്നെ ചില ആളുകൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കടുവ ചത്തു എന്നുള്ള വാർത്തയൊക്കെ നിങ്ങൾ അറിഞ്ഞു അല്ലേ? എന്താ പറയാനുള്ളത്? അതേ പറയാനുള്ളൂ. ഞങ്ങൾക്കൊക്കെ പേടി തന്നെ, ഇവിടെ ഇരിക്കാൻ തന്നെ പേടിയാ. മലേൻ്റെ അടുത്താണ് ഞങ്ങളെ വീടൊക്കെ ഉള്ളത്. പണിക്കൊക്കെ പോകുമ്പോൾ, കുട്ടികൾ പഠിക്കാൻ പോകുമ്പോൾ ഒക്കെ ഭയങ്കര പേടിയാണ്. കടുവ വന്നപ്പോൾ കൂടുതൽ പേടിച്ചു. ഇപ്പൊ എല്ലാം പേടിച്ച് രാത്രിയാകുമ്പോൾ ഇപ്പോൾ പുറത്തൊന്നും ഇറങ്ങുന്നില്ല. അങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കും 2 ദിവസം. കടുവ ചത്തു എന്ന് പറയുന്നു. അപ്പൊ എന്താ തോന്നുന്നത്? ചത്തെന്ന് തോന്നുമ്പോ ചത്തെന്ന് വിചാരിക്കുന്നുണ്ട്. ചത്ത് വിഷ്വലൊക്കെ കണ്ടില്ലേ? ചത്ത് കിടക്കുന്നത് കണ്ട്. അതുകൊണ്ട് കുറച്ച് ദിവസം ഇനി പേടിക്കാതെ അങ്ങനെ ഇരിക്കാൻ തോന്നും. അതേ തോന്നുന്നുള്ളൂ. ഇവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഇപ്പം കടുവ ഇപ്പോഴാണ് വന്നത്. അതിന്റെ മുൻപൊക്കെ അങ്ങനെ ഈ രീതിയിൽ ഇപ്പം വേറെ വന്യമൃഗങ്ങളൊക്കെ വന്ന് ശല്യം ചെയ്യാറുണ്ടോ? ആനകളൊക്കെ വരും വീടിന്റെ അടുത്തൊക്കെ വരും. പിന്നെ കടുവകൾ വന്നിട്ടില്ല. ഇക്കൊല്ലാണ് കടുവകൾ ഇറങ്ങിയത് തന്നെ. ആനയൊക്കെ നേരത്തെ സ്ഥിരമായിട്ട് വരുന്നുണ്ടല്ലേ? ആനയൊക്കെ നേരത്തെ വരും. ജയ, അത് അവർ നേരത്തെ തന്നെ നമ്മൾ ഇവിടെയുള്ള ആളുകളോട് സംസാരിച്ചപ്പോഴൊക്കെ അത് വ്യക്തമായതുമാണ്. കാരണം നമ്മൾ ഇവിടെ ആദ്യ ദിവസം വരുന്ന സമയത്ത് തന്നെ ഈ കടുവയെ കണ്ട ഭാഗത്തൊക്കെയുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു, ഇവിടെ നിരന്തരമായിട്ട് ആന വരുന്നു, കാട്ടുപോത്തുകൾ വരുന്നു, അതൊക്കെ അവരെ ഭീതിയിലാക്കുന്നുണ്ട്. അവരുടെ കൃഷികളെല്ലാം നശിപ്പിച്ച് പോകുന്ന സ്ഥിരം കാഴ്ചകളൊക്കെ അവർക്ക് പതിവാണെന്നാണ് അവർ പറഞ്ഞത്. അതുമാത്രവുമല്ല, ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്ന ഇലക്ട്രിക് ഫെൻസിങ്ങുകളൊന്നും ഒട്ടും ശാശ്വതമായ പരിഹാരമല്ല, അതിലൊന്നും ചാർജ് ഇല്ല, അതൊന്നും കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്ന പരാതിയൊക്കെ അവർ ഉന്നയിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രിയൊക്കെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അതൊക്കെ പരിഹരിക്കും, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന ഒരു ഉറപ്പ് കൊടുത്തിട്ടാണ് ഇവിടെ നിന്ന് പോയത്. ഇപ്പോൾ നിങ്ങളൊക്കെ ഇവിടെയുള്ള ആളുകളാണല്ലേ? ഇപ്പൊ എന്താ തോന്നുന്നത്? കടുവയൊക്കെ ചത്തു, നിങ്ങൾക്കൊരു ആശ്വാസം തോന്നുന്നുണ്ടോ? എന്നാലും ഞങ്ങളെ പേടി മാറിയിട്ടില്ല. ചെറിയൊരു പേടി ഉണ്ടെന്ന് പറയാം. ഇനിയിപ്പോൾ റിപ്പോർട്ട് അറിയണം. ഇനിയിപ്പോൾ നമ്മളെ ഇവിടെ രാധേനെ കൊന്ന പുലി തന്നെയാണോ എന്നൊരു സംശയമുണ്ട് ജനങ്ങൾക്ക്. ഇനി റിപ്പോർട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. സ്ഥിരീകരിച്ച് പറയുന്നുണ്ട്. സ്ഥിരീകരിച്ചെങ്കിൽ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും, എല്ലാ മാധ്യമ പ്രവർത്തകർക്കും, ബാക്കി ഇവിടെ എല്ലാത്തിനും സഹകരിച്ച ബാക്കി എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങൾ എല്ലാവർക്കും നന്ദി. എത്ര പറഞ്ഞാലും മതിയാവില്ല. വീട്ടിലൊക്കെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ ആ സമയത്ത് അവരൊന്ന് പുറത്ത് വിടാതെ അങ്ങനെയൊക്കെ നോക്കിയിട്ട് പുറത്ത് വിടാതെ 3 ദിവസമായി കുട്ടികളെ പുറത്ത് വിടാതെ വാതില് റൂം പൂട്ടിയിട്ടാ പുറത്തിറങ്ങുക. ഞങ്ങൾ വലിയ ആൾക്കാർ പുറത്തെന്തെങ്കിലും എടുക്കണമല്ലോ, അതിന് റൂം പൂട്ടും. പെട്ടെന്ന് മക്കൾ പുറത്തിറങ്ങാതെ സ്കൂളിൽ വിടുന്നില്ല. 3 ദിവസമായിട്ട് അമ്മ വീട്ടിൽ കൊണ്ടാക്കിയതാ. ഇവിടെ നിർത്തിയിട്ടില്ല, ഞങ്ങൾ അമ്മ വീട്ടിൽ കൊണ്ടാക്കിയതാ. പിന്നെ വെള്ളമില്ല. ഒന്നാമത്തെ ഞങ്ങൾക്ക് മലയിൽ നിന്ന് വരുന്ന വെള്ളം. അപ്പം തുറക്കാൻ പോകണമെങ്കിൽ ഇത് ആനയാണെങ്കിൽ നമുക്ക് മാറി മാറി പോകാം. ഈ സാധനത്തിന് ഉള്ളതുകൊണ്ട് ആരും പോകില്ല മേടിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് വെള്ളമില്ലാത്ത ഭയങ്കര, നമ്മുടെ നാട്ടിലുള്ള ഞങ്ങൾക്ക് കിണറുള്ളവർക്ക് ബുദ്ധിമുട്ടില്ല, അല്ലാത്ത ഞങ്ങളെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഭക്ഷണം വെക്കണ്ടേ, അല്ലെങ്കിൽ വെള്ളം കുടിക്കണ്ടേ, എല്ലാം കൊണ്ടും ഞങ്ങൾക്കൊരു വിഷമത്തിലായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെ കിട്ടി കൊന്നു എന്ന് പറഞ്ഞാൽ വളരെ വളരെ സന്തോഷം.
ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളോടൊപ്പം ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളല്ല ഇവിടെ ഈ തോട്ട മേഖലയിലൊക്കെ എല്ലാവരും രാവിലെ ജോലിക്ക് പോകുന്ന ആളുകളൊക്കെയാണ്. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളൊന്നും ജോലിക്ക് പോയിട്ടില്ല. ഇല്ല, ഞങ്ങൾ പോയിട്ടില്ല. 3 ദിവസമായി. ഞങ്ങൾ പേടിച്ച് തന്നെയാണ് പോകാത്തത്. കടുവേനെ പിടിക്കുന്നവരെ പേടിച്ചിട്ടാണ് പോകാത്തത്. എനിക്ക് കർഫ്യൂ ഒക്കെ നീങ്ങുന്ന ഒരു അവസ്ഥ വന്നു, നാളെ മുതൽ ജോലിക്ക് ഇറങ്ങി തുടങ്ങാം, അങ്ങനെയാണോ? ജോലിക്ക് പോകണമെന്നുണ്ട്, പേടിയുണ്ട്. ഇത് തന്നെ കുട്ടികളെ സ്കൂളിൽ വിടണം. ആനയുടെ ശല്യം അങ്ങനെ, കുരങ്ങ്, ഒരു കൃഷി നട്ടാൽ അത് വെക്കുന്നില്ല. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഒരു പേടി. അതൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട് അല്ലേ? ഉണ്ട് ഉണ്ട്. അത് തന്നെയാണ് അവരൊരു ആശ്വാസത്തിന്റെ വാക്കുകളൊക്കെ പറയുമ്പോൾ പോലും കടുവ മാത്രമല്ല, കടുവ ഇപ്പോഴാണ് വരുന്നത്. അതിനു മുൻപ് ആന, കാട്ടുപോത്ത്, ഈ ഇത്തരത്തിലുള്ള മൃഗങ്ങളെല്ലാം അവരുടെ ഈ ജനവാസ മേഖലയിൽ ഇറങ്ങി അവരുണ്ടാക്കിയ കൃഷികൾ നശിപ്പിക്കുന്നത് പതിവാണ്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെയുള്ള ഇലക്ട്രിക് ഫെൻസികളൊന്നും ഒരു ശാശ്വതമായ രീതിയിലല്ല നിൽക്കുന്നത്. അതിൽ പലപ്പോഴും ചാർജ് ഇല്ല എന്ന പരാതികളൊക്കെ ഇവർ ഉന്നയിച്ചതാണ്. ആ രീതിയിൽ ഫെൻസിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ നല്ല രീതിയിലേക്ക് മാറ്റി ആ രൂപത്തിലൊക്കെ വരണമെന്നാണ് അവർ പറയുന്നത്. കാരണം ഒരു ആശ്വാസം അവർ പറയുമ്പോഴും ഞങ്ങൾക്ക് ഭീതിയുണ്ട്. അത് ഇത്തരത്തിലൊരു 4 ദിവസം അവർ വലിയ ഭീതിയിലായിരുന്നു, വലിയ ആശങ്കയിലായിരുന്നു.